ഇങ്ങനെയാണ് എന്ന് വിധി കൽപ്പിക്കാൻ നമുക്ക് അധികാരം തന്നു? അയാളുടെ വേഷം കൊണ്ടോ, അയാളുടെ ഭൂഷ കൊണ്ടോ, അയാൾ നടക്കുന്നത് കണ്ടോ, അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് നമ്മൾ ഊഹിക്കുന്നത് ഒരാൾ എങ്ങനെയാണ്? ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ആളുകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇയാള് കള്ളനാണ്, അയാള് കള്ളനാണെന്നൊക്കെ എഴുതുമ്പോൾ അയാളെന്ന് ഇയാൾക്ക് പരിചയം തന്നെ ഉണ്ടാവില്ല. അപ്പൊ ആദ്യം നമ്മളൊക്കെ അത് വിചാരിക്കും, നമ്മളെ കുറിച്ചൊക്കെ എഴുതാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതങ്ങനെയാണല്ലോ, അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. പണ്ട് നമ്മൾ ഇതൊക്കെ രസകരമായി വായിച്ചു പോകും, മറ്റേയാൾക്കെതിരെ എഴുതുന്നത് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. വൺസ് അപ്പുറത്ത് നമ്മൾ നിൽക്കണം, സോഷ്യൽ ബുള്ളിങ്ങിന്റെ ഇരയാവണം. സോഷ്യൽ ബുള്ളിങ്ങിന്റെ ഇരയാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണ് ആളുകൾക്ക് ഇത് പറയാൻ സാധിക്കുന്നത്. ഒരു തത്വദീക്ഷയില്ല, ആരാണെന്ന് അറിഞ്ഞുകൂടാ, വിധി കൽപ്പിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആത്മീയത. ഈ സൊസൈറ്റി ഭയങ്കര ജഡ്ജ്മെന്റലായി പോകുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കോ ഇത്? ആർക്കും എവിടെ ആരെ കുറിച്ച് വേണമെങ്കിലും പറയാമല്ലോ. അല്ല, അതൊരു ഒരു സൗകര്യമാണ് നമുക്ക്. നമ്മുടെ ഈ ഫോണിന്റെ പുറകിലിരുന്ന് എഴുതുമ്പോൾ നമ്മൾ വളരെ സേഫാണെന്ന് ചിന്തിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഓരോ എഴുതുന്ന ആളും സത്യം പറഞ്ഞാൽ തുണി കഴിച്ചിട്ട് റോട്ടിൽ നിൽക്കുന്ന പോലെയാണ് അത്. എഴുതുന്ന ആളുടെ വ്യക്തിത്വത്തെയാണ് മനുഷ്യന്മാർ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരാൾക്കെതിരെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു തെറി എഴുതിയാൽ ആ പറഞ്ഞ ആളെ കുറിച്ച് ചിന്തിക്കുന്ന ആൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ സജ്ജനം ചിന്തിക്കുക ഇവൻ എന്താ ആളാണെന്ന്. അപ്പൊ അങ്ങനെയുള്ള സജ്ജനങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവരാലോചിക്കും ഇങ്ങനെ എഴുതുന്നത് എന്താണെന്ന്. അതൊരു പ്രത്യേക തരം ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പണ്ട് ലൈക്ക് മാത്രമായിരുന്നു ആളുകളുടെ പ്രശ്നം, ഇപ്പൊ മോണിറ്റൈസേഷൻ ഉണ്ട്. ഇപ്പൊ നാട്ടുകാരെ ചീത്ത പറഞ്ഞ് പൈസ വാങ്ങുക, ഡോളർ. അതെ, അതായത് കാശ് വാങ്ങി ക്ലാസ് നടത്തുന്നു. എനിക്കൊക്കെ അങ്ങനത്തെ പരാതി കേട്ടിട്ടുണ്ട്. കാശ് വാങ്ങി ക്ലാസ് നടത്തുന്നവനാണ് ഇവൻ എന്ന് എഴുതിയ പോസ്റ്റിന് ലൈക്കും ഷെയറും കൂടുതൽ കിട്ടിയിട്ട് പൈസ വാങ്ങുന്നുണ്ട് അവര്. മനസ്സിലായില്ലേ? അതായത് നമ്മള് നാടൻ ഭാഷയിൽ പറയാം, ഇരക്കുന്നവനെ തുരക്കുക എന്ന് പറയാം. മനസ്സിലായില്ലേ? അതുപോലത്തെ പരിപാടിയാണത്. അങ്ങനെ പരാന്നജീവികൾ ഭക്ഷിച്ച് ജീവിച്ച് പോകുന്ന ഒരു വ്യവസ്ഥ. അപ്പൊ അതൊരു കാര്യം. ഇപ്പൊ കച്ചവടവൽക്കരണം എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം,